എല്ലാ സ്റ്റുഡൻസിനും കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടിയായിരുന്നെങ്കിൽ ലൈക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് ഡേ ടു ഡേ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടിയായിരുന്നെങ്കിൽ എന്നൊക്കെ കുറെ പേര് ആലോചിക്കും. ഞാൻ ആലോചിക്കുമായിരുന്നു, ഞാൻ പഠിക്കുന്ന ടൈമിലൊക്കെ എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ സ്വന്തം ഒരു പേപ്പറിലൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ ഞാൻ യൂസ് ചെയ്ത കുറച്ച് സംഭവങ്ങൾ ഞാൻ ഡിജിറ്റലി ആക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോവാണ്. ഇത് ഏത് ക്ലാസ്സിലെ സ്റ്റുഡൻസിനായാലും അവർക്ക് എല്ലാവർക്കും അവരുടെ സ്റ്റഡീസ് ട്രാക്ക് ചെയ്യാനെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇത് ടോട്ടലി ഫ്രീ ആണ്. ഫസ്റ്റ് വൺ, നമ്മൾ എത്ര പഠിച്ചാലും ഇപ്പൊ ഒരു ചാപ്റ്റർ നമ്മ ഒരിക്കലും 10 പ്രാവശ്യം പഠിച്ചാലും ഒരിക്കലും നമുക്കൊരു കോൺഫിഡൻസ് കിട്ടില്ല നമ്മൾ ആ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു എന്ന്. പക്ഷെ നമ്മളൊരു ചാപ്റ്റർ 10 പ്രാവശ്യം പഠിച്ചത് നമുക്ക് മനസ്സിലാവുമ്പോ ആ ഒരു 10 പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. മനസ്സിലായ? എത്ര പ്രാവശ്യം ഒരു ചാപ്റ്റർ പഠിച്ചാലും നമുക്ക് ചിലപ്പോൾ പഠിച്ചെന്നുള്ള ഒരു ഫീൽ ഉണ്ടാവില്ല, പക്ഷെ എത്ര പ്രാവശ്യം പഠിച്ചെന്ന് കാണുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവും, ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇതെനിക്ക് അറിയാലോ, ഇത്ര നോക്കിയാലോ, ഇതിൽ കൂടുതൽ നോക്കാൻ പറ്റൂലല്ലോ, അങ്ങനെ കുറച്ച് ഐഡിയ ഉണ്ടാവും. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ടേബിൾ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ചാപ്റ്റർ നെയിമും എല്ലാം ഇവിടെ തന്നെ എഴുതാം. ഇപ്പൊ ഏത് സബ്ജക്റ്റ് ആയാലും, ഇപ്പൊ നിങ്ങൾ സോഷ്യോളജി ആണെന്ന് വിചാരിച്ചോ, സോഷ്യോളജി ആണെങ്കിലും ഇവിടെ സബ്ജക്ട് നെയിം എഴുതണം. എന്നിട്ട് ഇവിടെ ചാപ്റ്റേഴ്സ് നെയിം, ഇപ്പൊ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3. അപ്പൊ ഇവിടെ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മളിപ്പോ ആദ്യമായിട്ട് സ്കൂളിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുകയാണ്, ആ ടൈമിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ആദ്യമായിട്ട് പഠിക്കുകയാണ്. അപ്പൊ നമ്മൾ ഏതിലാ ടിക്ക് ചെയ്യണ്ടേ? അപ്പൊ നമ്മൾ കംപ്ലീറ്റഡ് അല്ലെങ്കിൽ സ്റ്റഡീഡ്. ഇപ്പൊ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചതിന് സ്റ്റഡീഡ്. ഇനി ടീച്ചർ നമുക്കൊരു ക്ലാസ് ടെസ്റ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ വെച്ചെന്ന് വിചാരിച്ചോ, ആ ടൈമിലും നിങ്ങൾ ആ ചാപ്റ്റർ രണ്ടാമത് ഓപ്പൺ ചെയ്യും. നമ്മൾ ആരായാലും ടെസ്റ്റിന് കേൾക്കുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യും. അപ്പൊ നമ്മൾ ഒരാഴ്ച ചാപ്റ്റർ ഒന്ന് നോക്കും. അപ്പൊ നമ്മൾ റിവിഷൻ 1 കഴിഞ്ഞ്. മനസ്സിലായോ? അപ്പൊ റിവിഷൻ 1 ടിക്ക് ചെയ്യണം. ഇപ്പൊ സെക്കൻഡ് ചാപ്റ്റർ ആണെങ്കിൽ റിവിഷൻ 2 ടിക്ക് ചെയ്യണം. റിവിഷൻ 1 തന്നെ ആ സെക്കൻഡ് കോളം ടിക്ക് ചെയ്യണം. ഇനി രണ്ടാമത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഹാഫ് ഇയർലി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സാം ഒക്കെ ഒരു എന്താ പറയാ ഒരു ഫസ്റ്റ് മോഡൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എക്സാം വരികയാണെങ്കിൽ അപ്പൊ നിങ്ങൾ പിന്നെ ടിക്ക് ചെയ്യണം. ഇങ്ങനെ ടിക്ക് ചെയ്ത് അവസാനം ബോർഡ് എക്സാം ആവുമ്പോ നിങ്ങൾ ഒരു 5 ടൈംസ് എങ്കിലും ഫുൾ നോക്കിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ചാപ്റ്റർ അറിയുമോ ഡൗട്ട് ഉണ്ടാവും. പക്ഷെ നമ്മ ഈ ഒരു ടേബിൾ നോക്കുമ്പോഴൊക്കെ നമുക്കൊരു വിശ്വാസം ഉണ്ടാവും, ഇത്രയും പ്രാവശ്യം നോക്കിയില്ലേ എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ ഇനി എന്നോട് വെച്ച് കാണാം, അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഈ ഒരു PDF ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് പ്രിന്റ് ചെയ്തിട്ട് ഇപ്പൊ നിങ്ങൾക്ക് 5 സബ്ജക്റ്റ് ആണെങ്കിൽ 5 സബ്ജക്റ്റിന് വേണ്ടി 5 എണ്ണം പ്രിന്റ് ചെയ്യുക. എന്നിട്ട് ഓരോ സബ്ജക്റ്റിന്റെ ബുക്കിന്റെ അല്ലെങ്കിൽ നോട്ടിന്റെ ഫ്രണ്ടിൽ ഇത് പ്രിന്റ് ചെയ്തിട്ട് ഇതിങ്ങനെ പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്തിട്ട് ഓരോ സബ്ജക്ട് നെയിം എഴുതിയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യണം. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ അതൊക്കെ ലിസ്റ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എത്ര പ്രാവശ്യം പഠിക്കുക അത്രയും ടിക്കറ്റ് പോകണം. ഇത് ആദ്യമൊക്കെ ഒരു നമുക്ക് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ചു കഴിയുമ്പോൾ അപ്പൊ നമുക്ക് അടുത്ത ടിക്ക് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഒരു റിവിഷന് വേണ്ടി നമ്മൾ സ്വന്തം പ്രിപ്പയർ ചെയ്യണം. മനസ്സിലായ? ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ ഗെയിം എന്നൊക്കെ പറയൂലേ, അതേ സംഭവമാണ്. അടുത്തത് ബാക്ക്ലോഗ് കില്ലർ. ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഏത് ചാപ്റ്റർ പഠിക്കുകയാണെങ്കിലും അവസാന പോർഷൻ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ധൃതിയാവും എങ്ങനെയാലും ചാപ്റ്റർ എടുക്കാൻ. അങ്ങനെ ഞാൻ അവസാനത്തെ പോർഷൻ അങ്ങ് സ്കിപ്പ് ചെയ്യും എല്ലാ ചാപ്റ്ററിന്റെയും. അപ്പൊ ഞാൻ തന്നെ കുറച്ച് ചാപ്റ്ററൊക്കെ കഴിയുമ്പോൾ ഞാൻ തന്നെ മറന്നു ഈ ചാപ്റ്ററിന്റെ ഈ ഒരു പോർഷൻ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ ഈ ഒരു പാർട്ട് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, മറന്നു. നമ്മളെല്ലാവരും ഒരു ചെറിയ പാർട്ടെങ്കിലും സ്കിപ്പ് ചെയ്യുമായിരിക്കും. ഇപ്പൊ എല്ലാവരും അല്ല, എന്നാലും ഒരു 80% ആൾക്കാരെങ്കിലും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ സ്കൂളിൽ ആ ദിവസം പോയില്ല, ആ ടോപ്പിക് എടുത്ത ദിവസം പോയില്ല, അല്ലെങ്കിൽ ആ ടോപ്പിക് നമ്മൾ സ്വന്തം കവർ ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബാക്ക്ലോഗ് കില്ലർ എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് ഈ ബാക്ക്ലോഗ് കില്ലർ? ഇതില് നമ്മൾ ഏത് സബ്ജക്റ്റ് ആണ് നമുക്ക് പെൻഡിങ് സൈഡിൽ എഴുതണം. എന്നിട്ട് ആ ഏത് ടോപ്പിക്കാണ് ഇപ്പൊ ബിസിനസ് സ്റ്റഡീസ് ക്ലാസ് 2 ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ 1 കോർഡിനേഷൻ ആണെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഇവിടെ ഇവിടെ ബിസിനസ് സ്റ്റഡീസ് എഴുതണം. എന്നിട്ട് ഇത് ഇവിടെ നമ്മുടെ ചാപ്റ്ററിൽ ടോപ്പിക് നെയിം എഴുതണം. എന്നിട്ട് നമ്മളൊരു ടാർഗറ്റ് ഡേറ്റ് വെക്കണം. നമ്മുടെ ഒരു മൈൻഡിൽ ഉണ്ടാവുമല്ലോ നമുക്ക് ഈ ദിവസം ഇങ്ങനെ തീർക്കുക, അല്ലെങ്കിൽ ഈ വരുന്ന സൺഡേ അങ്ങനെ ഒരു ഡേറ്റ് വെച്ചിട്ട് ഈ ഒരു ടാർഗറ്റ് ഡേറ്റ് അത് എഴുതണം. എന്നിട്ട് കറക്റ്റ് ആ ദിവസം നിങ്ങൾ തീർത്തിരിക്കണം. മനസ്സിലായോ? അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു ടൈം ടേബിൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്കൊരു ഡിസിപ്ലിൻ വരും. അങ്ങനെ നിങ്ങൾക്ക് സിലബസ് ഒന്ന് കവർ ചെയ്തിട്ട് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താ പറയുക, ഇപ്പൊ 10th-ലാണെങ്കിലും 12th-ലാണെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സിൽ എല്ലാവരെക്കാളും കൂടുതൽ മാർക്ക് വാങ്ങിക്കാനല്ല നിങ്ങളുടെ ഒബ്ജക്റ്റീവ് വേണ്ടേ. എപ്പോഴും സിലബസ് കവർ ആയിരിക്കണം. നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് സിലബസ് ആയിരിക്കണം കവർ ആയിരിക്കേണ്ടത്. അപ്പൊ ബാക്ക്ലോഗ് കില്ലർ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലായില്ല. ഇനി ഇപ്പൊ ഇംഗ്ലീഷ് ആണെന്ന് ചോദിച്ചു. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇവിടെ അടുത്ത സബ്ജക്ട് ഇംഗ്ലീഷ് എഴുതാം. എന്നിട്ട് ഇവിടെ എന്താ വേണ്ടേ, ഇവിടെ ഇംഗ്ലീഷിന്റെ ഏത് പോർഷൻ സ്കിപ്പ് ചെയ്തേക്കണം അത് എഴുതണം. അതിന്റെയും ടാർഗറ്റ് ഡേറ്റ് ഇവിടെ എഴുതണം. മനസ്സിലായോ? സിമ്പിൾ അല്ലേ?
ഡിസ്ട്രിക്ട് കലണ്ടർ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. പക്ഷെ എന്നാലും ചിലവർക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, മീൻസ് പഠിക്കണം എന്നുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് ഒരു മൂഡില്ല. അങ്ങനെയുള്ളവർക്ക് ആദ്യത്തെ ഒരു ദിവസം മാത്രം നിങ്ങൾ ഒന്ന് കടിച്ചു പിടിച്ചിരിക്കുക. എന്നിട്ട് ഈ ഒരു മൺഡേ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മൺഡേ ടിക്ക് ഇടണം, മൺഡേ നിങ്ങൾ ടിക്ക് ഇടണം. എന്നിട്ട് അത് കഴിഞ്ഞ് ട്യൂസ്ഡേ പഠിക്കാൻ ഒട്ടും മൂടില്ല. ട്യൂസ്ഡേ നിങ്ങൾ എങ്ങനെ ഇരുന്നു ഒരു ചാപ്റ്ററെങ്കിൽ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന്റെ ഒരു പാർട്ടെങ്കിൽ അതെങ്കിലും ഒന്ന് കവർ ചെയ്യണം, എന്നിട്ട് ഇവിടെ ടിക്ക് ഇടണം. എന്നിട്ട് വെനസ്ഡേ ആകുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും പഠിക്കാൻ പോയിട്ടില്ലെങ്കിലും നിങ്ങൾ ഈ കലണ്ടറിലോട്ട് നോക്കുമ്പോ എന്താ ഇത്രയും ദിവസം ടിക്കറ്റ്. ഇനി ഈ ഒരു ദിവസം മടിയായിട്ട് ആ ഒരു നമ്മൾ ഇത്ര നേരം കണ്ടിന്യൂ ചെയ്ത് ഈ റുട്ടീൻ അങ്ങ് കളയണോന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു മോട്ടിവേഷൻ കിട്ടും. ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ ഗെയിം. ഞാൻ ആദ്യം പറഞ്ഞത് സൈക്കോളജിക്കൽ ഗെയിമാണ്. നമുക്കൊരു ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ക്ലാസ് 10th ആണെങ്കിലും 12th ആണെങ്കിലും ഡിസിപ്ലിൻ ഇല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും 90 above ഒന്നും സ്കോർ ചെയ്യാൻ പോകില്ല. ഇനി അടുത്തത് എന്താ, ഡെയിലി ടാർഗറ്റ്. ഇത് ടു ഡു ലിസ്റ്റ്. ഇത് നിങ്ങൾ ഇത് എടുക്കണം എന്ന് ഞാൻ പറയൂല, പക്ഷെ നിങ്ങൾക്ക് ഒരു ടു ഡു ലിസ്റ്റ് ടൈം ടേബിൾ എന്തായാലും വേണം. നിങ്ങൾ സ്വന്തം ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഇത് പ്രിന്റ് എടുത്താൽ മാത്രം മതി. പ്രിന്റ് എടുത്താൽ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾ എന്തൊക്കെയാ ചെയ്യാൻ പോകണം അതെല്ലാം ഒരു പെൻസിലോണ്ട് എഴുതിയിട്ട് അത് ഇറേസ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. എന്നിട്ട് ഒരു ദിവസം കഴിയുമ്പോൾ ടിക്ക് ചെയ്യണം. അല്ലെങ്കിൽ അതൊന്നും ആവശ്യമില്ല. നമ്മുടെ മൊബൈലിൽ തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് അതിൽ നിങ്ങൾ ഇന്ന് ഇത്രയും ചാപ്റ്റർ പഠിക്കും. അത് എപ്പോഴാണ് ലിസ്റ്റ് ചെയ്യുന്നത് അറിയോ? ഇന്ന് രാവിലെ അല്ല നമ്മൾ ഇന്ന് പഠിക്കും എന്ന് പറഞ്ഞത്. പക്ഷെ അതിന് പകരം എപ്പോഴാണ് ചെയ്യണ്ടേ? ഇന്നലെ ചെയ്യണം. ഇപ്പൊ ഞാൻ മൺഡേ പഠിക്കാൻ പോകണം, മൺഡേ ഇത്രയും ചാപ്റ്റർ കവർ ചെയ്യുമെന്നാണ് എന്റെ പ്ലാനെങ്കിൽ സൺഡേ ഇതെല്ലാം ലിസ്റ്റ് ചെയ്യണം. ഈ എന്തൊക്കെയാണ് ഞാൻ നാളെ ചെയ്യാൻ പോകുന്നത് ലിസ്റ്റ് ചെയ്യും. അപ്പൊ തന്നെ നമുക്ക് ഉറങ്ങി എഴുന്നേക്കുമ്പോ ഒരു ഇന്ന് ഇത്രയും തീർക്കാനുള്ളത് നമ്മുടെ മൈൻഡ് മെന്റലി പ്രിപ്പയർഡ് ആവും. മനസ്സിലായ? ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു സർഫസ് ഉണ്ടാക്കിയാണ്, പഠിക്കാൻ വേണ്ടി ഒരു സർഫസ് ഉണ്ടാക്കിയാണ്. അപ്പൊ ഈ ടു ഡു ലിസ്റ്റും എല്ലാത്തിന്റെയും PDF ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതും ടോട്ടലി ഫ്രീ ആണ്. ഇതിന്റെ പാസ്വേഡ് ഞാൻ വീഡിയോയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ടാവും, നോക്കുക. ഇനി വേറെ ഒന്നുമില്ല. നമുക്ക് ഇനി നിങ്ങൾ പഠിക്കാൻ മാത്രമേ ഉള്ളൂ. എല്ലാ PDF-ഉം ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഒറ്റ ലിങ്കിൽ തന്നെ ഉണ്ട്. ചിലപ്പോൾ പാസ്വേഡ് ഇല്ലായിരിക്കും, ചിലപ്പോൾ പാസ്വേഡ് ഞാൻ ഇടും, പറയാൻ പറ്റില്ല. വീഡിയോ എന്തായാലും കണ്ടാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ചാനലിൽ കയറി നമുക്ക് ക്ലാസ് 12ന്റെ എല്ലാ വീഡിയോസും ഉടനെ വരുന്നതാണ്. ഇപ്പൊ തന്നെ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ പാർട്ട് 1 പാർട്ട് 2 എല്ലാം വന്നു, ചാപ്റ്റർ 1 ഒക്കെ വന്നു, ഇനിയും വരുന്നതാണ്. അപ്പൊ എല്ലാ സ്റ്റുഡൻസിനും ഇത് ഹെൽപ്ഫുൾ ആണ്. ഇപ്പൊ ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്യുക.